നമസ്കാരം. കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും ടോപ്പിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ഈ ക്ലാസ്സും കൂടെ കഴിഞ്ഞതിന് ശേഷം ഏത് ടോപ്പിക്കാണോ മനസ്സിലാവാതെയുള്ളത് അത് മെസ്സേജ് ചെയ്യുക, ആ ടോപ്പിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഡൗട്ടൊന്നും ഇല്ല എങ്കിൽ നമുക്കിതിലുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന് ശേഷം അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. അല്ല എങ്കിൽ നേരിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. അഡീഷണൽ ക്വസ്റ്റ്യൻസ് പിന്നീട് നമ്മുടെ എക്സാം സമയത്ത് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചാണ്. ഇതെല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്വാണ്ടം നമ്പേഴ്സ്. 4 ടൈപ്പ് ക്വാണ്ടം നമ്പർ ആണുള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, 2 സബ്സിഡറി അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, 3ാമത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, 4ാമത്തത് സ്പിൻ ക്വാണ്ടം നമ്പർ. അതിൽ 1ാമത്തത് ഷെല്ലിനെ സൂചിപ്പിക്കുന്നു, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. 2ാമത്തെ സബ്സിഡറി ക്വാണ്ടം നമ്പർ സബ് ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. 3ാമത്തെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഈ സബ് ഷെല്ലിൻ്റെ ഓറിയൻറ്റേഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. 4ാമത്തെ സ്പിൻ ക്വാണ്ടം നമ്പർ ഇലക്ട്രോണിൻ്റെ സ്പിൻ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് സൂചിപ്പിക്കുന്നു. നമുക്കിന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ദി ഫോളോയിങ് ഓർബിറ്റൽസ്. ഒരു ഓർബിറ്റൽ, ഒരു സബ് ഷെല്ല് തന്നേക്കാണ്. അപ്പോൾ ആ സബ് ഷെല്ല് ഒരു സബ് ഷെല്ല് തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് എഴുതാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് 2s. ഇപ്പോൾ 2s എന്ന് പറയുന്ന സബ് ഷെൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സബ് ഷെൽ 1s, 2s, 2p, 3s, 3p ഇങ്ങനെ സബ് ഷെല്ലുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 2s എന്ന് പറയുന്ന സബ് ഷെൽ, അപ്പോൾ 2s എന്ന സബ് ഷെല്ലിനെ തന്നേക്കാണ്. ഇതിലെ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ 4 ക്വാണ്ടം നമ്പറാണ് ഉള്ളത്. അതിൽ 1ാമത്തെ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ n, അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. ഷെല്ലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2s എന്ന് തന്നേക്കുമ്പോൾ അതിലെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതായത് ഷെല്ലിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ 2s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ഷെല്ലിലെ s എന്ന് പറയുന്ന സബ് ഷെൽ. അപ്പോൾ ആദ്യം കാണുന്ന സംഖ്യയാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ n = 2. ഇപ്പോൾ n-ൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. n-ന് 1, 2, 3, 4 എന്നുള്ള വാല്യൂസ് വരാം. 1ാമത്തെ ഷെല്ലാണെങ്കിൽ n-ന് 1, 2ാമത്തെ ഷെല്ലാണെങ്കിൽ n-ന് 2, 3ാമത്തെ ഷെല്ലാണെങ്കിൽ n-ന് 3. ഇവിടെ 2ാമത്തെ ഷെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് n = 2 എന്ന് എഴുതി. ഇനി 2ാമത്തത് L വാല്യൂ. L-ൻ്റെ വാല്യൂസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. L-ന് 0 മുതലാണ് തുടങ്ങുന്നത്. 0, 1, 2, 3 ആണ് L-ൻ്റെ വാല്യൂസ്. S സബ് ഷെല്ലാണെങ്കിൽ 0-ഉം, P ആണെങ്കിൽ 1-ഉം, D ആണെങ്കിൽ 2-ഉം, F ആണെങ്കിൽ 3-ഉം ആണ്. അപ്പോൾ ഇവിടെ S ആണ് ഓർബിറ്റൽ. അപ്പോൾ S സബ് ഷെൽ ആയത് കാരണം L-ൻ്റെ വാല്യൂ 0. അപ്പോൾ S-നെ സൂചിപ്പിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ L = 0 എന്ന് എഴുതി. അപ്പോൾ L-ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ M-ൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് L-നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതും പഠിച്ചതാണ്. M-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -L to 0 to +L, -L മുതൽ +L വരെയാണ് M-ൻ്റെ വാല്യൂ. അപ്പോൾ L-ൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ M-ൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് 0 ആയിരിക്കും. അതായത് M-ന് വാല്യൂ ഒന്നും ഇല്ല എന്നല്ല അർത്ഥം. M = 0 എന്ന് പറഞ്ഞാൽ M-ന് ഇവിടെ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് S എന്ന് പറയുന്ന സബ് ഷെൽ, അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ ഓറിയൻറ്റേഷനാണ്. ഒരു രീതിയിൽ മാത്രമേ അതിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി S വാല്യൂ. S എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ 2s-ൽ മാക്സിമം 2 ഇലക്ട്രോൺ കൊള്ളും എന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഒരെണ്ണം ക്ലോക്ക് വൈസ് ആയിരിക്കും, മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എസിൻ്റെ വാല്യൂ നമ്മൾ +or-½ ഒരു പ്ലസ്സും അതിൻ്റെ അടിയിലായിട്ട് ഒരു മൈനസ് ഇട്ടിരുന്നാൽ വായിക്കേണ്ടത് +or- എന്നാണ്.
അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഹാഫ്. പ്ലസ് ഹാഫ് ക്ലോക്ക് വൈസും മൈനസ് ഹാഫ് ആൻറ്റി ക്ലോക്ക് വൈസുമാണ്. അതേതാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ഹാഫ് എന്ന് എഴുതി. അപ്പോൾ ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 3p എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 3p എന്ന് പറയുന്ന സബ്ഷെൽ, അതിൻ്റെ കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂസ് നമുക്ക് എഴുതണം. ഇപ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ ലെറ്ററിൽ കാണുന്നത് 3p, 3 ആണ് ആദ്യത്തെ സംഖ്യ. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ n = 3 ആയിരിക്കും. n വാല്യൂ 3. ഇനി l വാല്യൂ എന്ന് പറയുന്നത് സബ്ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ p ആണ് സബ്ഷെല്ല്. p സബ്ഷെല്ലാണെങ്കിൽ l = 1 ആയിരിക്കും. s ആണെങ്കിൽ 0യും p ആണെങ്കിൽ 1ഉമാണ്. അപ്പോൾ n = 3 ആയി, l = 1. ഇത് രണ്ടും നമുക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റും. ഇനി എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. -l മുതൽ +l വരെയാണ് എമ്മിൻ്റെ വാല്യൂ. ഇപ്പോൾ എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ -1 മുതൽ +1 വരെ ഉള്ള വാല്യൂസാണ് എമ്മിന് വരുന്നത്. അതായത് -1, 0, 1. അപ്പോൾ എമ്മിന് 3 വാല്യൂസാണ് -1, 0, 1. അതായത് പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് 3 ഓറിയൻറ്റേഷൻ, അതായത് 3 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പോകുമ്പോഴത്തേക്കും പഠിക്കാം. ഇനി എസ് വാല്യൂ. എസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പ്ലസ് ഓർ മൈനസ് ഹാഫ് എന്ന് തന്നെയാണ് എഴുതുന്നത്. കാരണം ആ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് s = +or-- എന്നായിരിക്കും എപ്പോഴും എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5d. അപ്പോൾ ഇവിടെ 5 ആണ് തുടങ്ങുന്നത്, 5ാമത്തെ ഷെൽ. അപ്പോൾ n = 5 എന്ന് എഴുതാം. ഇനി l = d സബ്ഷെല്ലാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ n = 5, l = 2. ഇനി l 2 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ -2 മുതൽ +2 വരെ ആയിരിക്കും. അതായത് -2, -1, 0, 1, 2. അതായത് 5 വാല്യൂസ്, 5 വ്യത്യസ്ത രീതിയിൽ ഡി ഓർബിറ്റലിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത എസ് വാല്യൂ വീണ്ടും +or-½ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓർബിറ്റൽ, ഒരു സബ്ഷെൽ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കോണ്ടന്റ് നമ്പേഴ്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ്. എന്താണ് ഓർബിറ്റ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ, ഓർബിറ്റൽ അല്ലെങ്കിൽ സബ്ഷെൽ. അപ്പോൾ എന്താണ് ഓർബിറ്റ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ ഇലക്ട്രോൺസ് ആർ റിവോൾവ്. ആറ്റത്തിന് ചുറ്റും, അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ഓർബിറ്റ്. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ ഇലക്ട്രോൺസ് ആർ റിവോൾവ്. ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു സാങ്കല്പിക പാതയാണ് ഓർബിറ്റ്. ഒരു 2 ഡയമെൻഷണൽ പാത്താണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റും. സർക്കുലർ ഷേപ്പാണിതിന്. എന്നാൽ ഓർബിറ്റൽ, അതിൻ്റെ മറ്റൊരു പേരാണ് സബ്ഷെൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ 3 ഡയമെൻഷണൽ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ. ഒരാറ്റത്തിന് ചുറ്റും, അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണപ്പെടാൻ സാധ്യതയുള്ള മേഖലയാണ് ഓർബിറ്റൽ. അപ്പോൾ എന്താണ് ഷെല്ലും സബ്ഷെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇതാണ്. ഷെല്ലെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമാജിനറി സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ ഇലക്ട്രോൺസ് ആർ റിവോൾവ്. സബ്ഷെൽ എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യതയുള്ള മേഖലയാണ് സബ്ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ. ഓർബിറ്റൽ 3 ഡയമെൻഷനാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഒരു പേപ്പറിൽ വരച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. 4 ഓർബിറ്റലാണുള്ളത്, എസ്, പി, ഡി, എഫ്. നമുക്കതിൻ്റെ ഷേപ്പ് പഠിക്കാം. എസ്, പി, ഡി ഈ 3ൻ്റെയും ഷേപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എഫിൻ്റെത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കത് ഇല്ല. ആദ്യം നമുക്ക് എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് നോക്കാം. ഇറ്റ് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്.
എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെറിക്കലാണ്, അതായത് ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഹാവ് ഓൺലി വൺ ഓറിയൻറ്റേഷൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, എസ് ഓർബിറ്റലിന് ഒരു ഓറിയൻറ്റേഷനേ ഉള്ളൂ, അതായത് ഒരു രീതിയിൽ മാത്രമേ എസ് ഓർബിറ്റലിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബോളിൻ്റെ ഷേപ്പാണ്. ബോളിനെ നമ്മൾ എങ്ങനെ വെച്ചാലും അതിൻ്റെ ഷേപ്പ് അതിൽ വ്യത്യാസം വരാൻ പോകുന്നില്ല. ബോളിൻ്റെ ഏത് പ്രതലം നമ്മുടെ മുകളിൽ വെച്ചാലും അത് ഒരുപോലെ കാണുന്നത് ഒരുപോലെ ആയിരിക്കും. അതാണ് ഇതിന് ഓൺലി ഓൺ ഓറിയൻറ്റേഷൻ, ഇതിനെ ഒരൊറ്റ രീതിയിൽ മാത്രമേ അറേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എസ് ഓർബിറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബോളിൻ്റെ ഷേപ്പ്, സ്ഫെറിക്കൽ ഷേപ്പാണ്. ഇനി നമുക്ക് പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് നോക്കാം. ഇറ്റ് ഈസ് ഡംബൽ ഇൻ ഷേപ്പ്. ഡംബൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ജിമ്മിലൊക്കെ പോകുന്നവർ കണ്ടിട്ടുണ്ടാവും ഡംബൽസ്. ഏകദേശം ഡംബലിൻ്റെ അതുപോലെ ഇരിക്കുന്നത് കൊണ്ട് പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡംബൽ ഷേപ്പാണ്. ഇറ്റ് ഹാവ് 3 ഓറിയൻറ്റേഷൻ. പി ഓർബിറ്റൽ നമ്മൾ ക്വാണ്ടം നമ്പർ വാല്യൂ എഴുതി പറഞ്ഞു. പി ഓർബിറ്റലിനെ നമുക്ക് 3 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ വാല്യൂ എഴുതി -1, 0, 1 എന്ന് പറഞ്ഞിട്ട്. അതായത് 3 വ്യത്യസ്ത രീതിയിൽ പി ഓർബിറ്റലിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ് ആക്സിസിലൂടെ അറേഞ്ച് ചെയ്യാം, വൈ ആക്സിസിൽ അറേഞ്ച് ചെയ്യാം, ഇസഡ് ആക്സിസിൽ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ 3 വ്യത്യസ്ത രീതി വയ്ക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഡംബൽ ഷേപ്പ് ആണെങ്കിലും അതിൻ്റെ ഓറിയൻറ്റേഷൻ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വ്യത്യാസമാണ്. ഒന്ന് നമ്മൾ ആദ്യം നോക്കുമ്പോൾ എക്സ് ആക്സിസിന് നേരെ ഇരിക്കുന്നു, മറ്റേ തിരിച്ചു വയ്ക്കുമ്പോൾ 8 പോലെ ഇരിക്കുന്നു. അങ്ങനെ 3 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതിൽ ആദ്യത്തെ നോക്കുക, പി എക്സ് ഫിഗറിൽ നോക്കിയാൽ മതി. എക്സ് ആക്സിസിലൂടെ അറേഞ്ച് ചെയ്യുന്നു. രണ്ടാമത്തത് വൈ ആക്സിസിലൂടെ മുകളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. മൂന്നാമത്തത് ഇസഡ് ആക്സിസിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ പി ഓർബിറ്റൽ നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും പിക്ക് 3 ഓറിയൻറ്റേഷനാണുള്ളത്. ഓരോന്നിൽ 2 ഇലക്ട്രോൺ വീതം കൊള്ളും. പി ഓർബിറ്റലിൽ 6 ഇലക്ട്രോൺ കൊള്ളുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. എസ് ഓർബിറ്റലിൽ മാക്സിമം 2, പിയിൽ 6, ടിയിൽ 10, എഫിൽ 14. അപ്പോൾ പിയിൽ 6 ഇലക്ട്രോൺ കൊള്ളുന്നത് എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഓർബിറ്റലിലും 2 എണ്ണം വെച്ച്, അതായത് പി എക്സിൽ 2, പി വൈയിൽ 2, പി സെഡിൽ 2, അങ്ങനെ ഓരോന്നിലും 2 എണ്ണം വെച്ച് മാക്സിമം 6 എണ്ണം കൊള്ളും. അപ്പോൾ ഡിയിലാണെങ്കിൽ മൊത്തം 10 ഇലക്ട്രോൺ കൊള്ളും. അപ്പോൾ ഡിയെ 5 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കാം. ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡബിൾ ഡംബൽ ഷേപ്പ്, അതായത് 2 ഡംബൽ വരുന്നതാണ് ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പ്. ഇപ്പോൾ ഫിഗർ നേരെ കണ്ടുകൂടാമെങ്കിൽ ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. ഏതൊക്കെയാണ് ആ ഓറിയൻറ്റേഷൻ നോക്കാം. ഒന്നാമതിൽ കൊടുത്തിരിക്കുന്നത് ഡി വൈ ഇസഡ്, അതായത് വൈ ആക്സിസിനും ഇസഡ് ആക്സിസിനും ഇടയിലായിട്ട് 2 ഡംബൽ വരുന്നു. വൈ ആക്സിസിനും ഇസഡ് ആക്സിസിനും ഇടയ്ക്ക്, അതാണ് ഡി വൈ ഇസഡ്. അടുത്ത് കൊടുത്തിരിക്കുന്നത് ഡി എക്സ് വൈ, എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇടയ്ക്ക് 2 ഡംബൽസ്. മൂന്നാമത്തത് ഡി എക്സ് സെഡ്, എക്സ് ആക്സിസിനും ഇസഡ് ആക്സിസിനും ഇടയ്ക്ക്. നാലാമത്തത് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, അതായത് ഒന്ന് എക്സ് ആക്സിസിലൂടെയും മറ്റൊന്ന് വൈ ആക്സിസിലൂടെയും. 2 വ്യത്യാസമുണ്ട്. ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത് ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്. ഓർഡർ പറയാമെന്നില്ല, എങ്ങനെയും പറഞ്ഞാൽ മതി. ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് സെഡ്. ഡി എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇടയിൽ 2 ഡംബിൾസ് വരുന്നു. വൈ സെഡ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിനും ഇസഡ് ആക്സിസിനും ഇടയിൽ 2 ഡംബിൾ വരുന്നു. ഡി എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിനും ഇസഡ് ആക്സിസിനും ഇടയ്ക്ക് 2 ഡംബിൾസ് വരുന്നു. നാലാമത്തെ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, അതായത് രണ്ടും എക്സ് ആക്സിസിലൂടെ, 2 ഡംബിൾസ് എക്സ് ആക്സിസിലൂടെ വരയ്ക്കുന്നു, 2 ഡംബിൾസ് വൈ ആക്സിസിലൂടെ വരയ്ക്കുന്നു. മൂന്നാമത്തത് ഡി ഇസഡ് സ്ക്വയർ. അപ്പോൾ പേര് ഓർമ്മിക്കുക, ഡി എക്സ് വൈ, ഡി വൈ ഇസഡ്, ഡി എക്സ് ഇസഡ്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ. ഡി ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിലൂടെ മാത്രം വരുന്നു, എന്നിട്ട് നടുക്ക് വന്നിട്ട് ഒരു സർക്കിൾ പോലെ, ഒരു സ്ഫിയർ പോലെ വരുന്നു. ഇതാണ് ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് മനസ്സിലാവുന്നെങ്കിൽ ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് നോക്കുക, അതിൽ കുറച്ചുകൂടെ നന്നായിട്ട് അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷേപ്പ് എന്ന് പറയുന്നത്. എസ് ഓർബിറ്റൽ സ്പെറിക്കൽ ഷേപ്പും പി ഓർബിറ്റൽ എന്ന് പറയുന്നത് ഡംബൽ ഷേപ്പ്, അതിന് 3 ഓറിയൻറ്റേഷനാണുള്ളത്. ഡി ഓർബിറ്റലിന് 5 ഓറിയൻറ്റേഷൻ ഉണ്ട്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡബിൾ ഡംബൽ ഷേപ്പാണ്, 2 ഡംബൽസ് വരുന്നതാണ്.
അതിൽ 5 ഓറിയൻറ്റേഷൻ dxy, dyz, dxz, dx2y2, dz2. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആഫ്ബാർ പ്രിൻസിപ്പിൾ. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ആഫ്ബാർ പ്രിൻസിപ്പിൾ. Electrons are filled in the atomic orbitals in the increasing order of their energy. അറ്റോമിക് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് ഫില്ലാവുന്നത് എനർജി കൂടി വരുന്ന ക്രമത്തിലാണ്. അതായത് ആദ്യം കുറഞ്ഞ എനർജിയുള്ള ഷെല്ല് നിറഞ്ഞതിന് ശേഷം എനർജി കൂടിക്കൂടി വരുന്ന രീതിയിൽ കൂടിക്കൂടി വരുന്ന ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ലാവും. അപ്പോൾ ഏറ്റവും ആദ്യം ഫില്ലാവുന്ന ഏറ്റവും എനർജി കുറഞ്ഞ സബ് ഷെല്ലായിരിക്കും. അതായത് 1s ആദ്യം ഇലക്ട്രോൺ ഫില്ലാവുന്നത്. അത് കഴിഞ്ഞ് 2s, അത് കഴിഞ്ഞ് 2p, 3s, 3p, 4s, 3d അങ്ങനെ പോകും. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഈ 0 വെട്ടി കളിക്കുന്ന അങ്ങനെ ഒരു കളി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആദ്യം നമ്മൾ ഒരു 0 വരയ്ക്കും, അത് കഴിഞ്ഞ് 2 0, അത് കഴിഞ്ഞ് 3 0, അത് കഴിഞ്ഞ് 4 0. അതുപോലെ ഇങ്ങനെ വരച്ചാൽ മതി. ആദ്യം ഒരു സർക്കിൾ, അതിനകത്ത് 1s എന്ന് എഴുതുക. രണ്ടാമത് 2 0 വരയ്ക്കുക, അതിൽ 2s, 2p. അടുത്ത മൂന്നാമത്തേൽ 3s, 3p, 3d 3 സർക്കിൾ വരയ്ക്കുക. 3ൽ 3s, 3p, 3d. ഇനി നാലാമത്തത് 4s, 4p, 4d, 4f. ഇനി അഞ്ചാമത് 5 0 വരയ്ക്കേണ്ട, ഇനി 4 0 മാത്രം വരച്ചാൽ മതി. 4ൽ 5s, 5p, 5d, 5f. ഇനി 6s, 6p, 6d, 6f അങ്ങനെ വരും. 7s, 7b ഇങ്ങനെ പോകും. അപ്പോൾ ആ ഫിഗർ നോക്കുക. ആദ്യം ഇലക്ട്രോൺ ഫില്ലാവുന്നത് 1s. 1s കഴിഞ്ഞാൽ നേരെ ഇലക്ട്രോൺ വരുന്നത് 2s. ഒന്നാമത്തെ ഷെല്ലിന് s എന്ന് പറഞ്ഞ സബ് ഷെൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു സർക്കിൾ നമ്മൾ വരച്ചത്. രണ്ടാമത്തെ ഷെല്ലിന് 2 സബ് ഷെല്ലുണ്ട്, 2sഉം 2pയും. മൂന്നാമത്തെ ഷെല്ല് വരുമ്പോൾ 3 സബ് ഷെല്ലാണ്, 3s, 3p, 3d. നാലാമത്തെ ഷെല്ലിന് 4 സബ് ഷെല്ലുണ്ട്, 4s, 4p, 4d, 4f. ഇനിയുള്ളതിനെല്ലാം 4 തന്നെയാണ്. അപ്പോൾ ഇനി എങ്ങനെ ഫില്ല് ചെയ്യുന്നു നോക്കുക. ആദ്യം 1s നിറയുന്നു. ആരോ മാർക്ക് നോക്കുക. 1s കഴിഞ്ഞതിന് ശേഷം നേരെ നിറയുന്നത് 2s. 2s കഴിഞ്ഞാൽ നേരെ 2p, 2p കഴിഞ്ഞാൽ 3s. 3s കഴിഞ്ഞിട്ട് നേരെ ഇലക്ട്രോൺ ഫില്ലാവുന്നത് 3p. 3p കഴിഞ്ഞിട്ട് 4s. അപ്പോൾ 3p കഴിഞ്ഞിട്ട് മൂന്നാമത്തേൽ തന്നെ വേറൊരു സബ് ഷെല്ലുണ്ട്, 3d ഉണ്ട്. പക്ഷേ 3d നിറയുന്നതിന് മുമ്പ് ഇലക്ട്രോൺ പോകുന്നത് 4s. അതിൻ്റെ കാരണം 4sന് എനർജി കുറവാണ്. 3dയേക്കാൾ എനർജി കുറവായതുകൊണ്ട് 3p കഴിഞ്ഞിട്ട് നേരെ ഇലക്ട്രോൺ പോകുന്നത് 4s. ഇനി 4s നിറഞ്ഞതിന് ശേഷമേ ഇനി 3dയിലോട്ട് വരുള്ളൂ. അപ്പോൾ 4s കഴിഞ്ഞതിന് ശേഷം 3d, അത് കഴിഞ്ഞ് 4p, അത് കഴിഞ്ഞ് 5s. അപ്പോൾ ശ്രദ്ധിക്കുക, 4p കഴിഞ്ഞിട്ട് 4dയും 4fഉം ഉണ്ട്. അതിൽ ഇലക്ട്രോൺ പോകുന്നതിന് മുമ്പേ ഇലക്ട്രോൺ നിറയുന്നത് 5s. 4p കഴിഞ്ഞാലുടൻ ഇലക്ട്രോൺ ഫില്ലാവുന്നത് 5ാമത്തെ s സബ് ഷെല്ലാണ് ഫില്ലാവുന്നത്. 5s കഴിഞ്ഞതിന് ശേഷം 4d, 5p, 6s. അതിനുശേഷം 4f, 5d, 6p, 7s. അപ്പോൾ ഇതിങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ സർക്കിൾ വരച്ചിട്ട് ഇങ്ങനെ ഓരോന്നും ക്രോസ് ചെയ്ത്, അതായത് പാരലായിട്ട് ഓരോ വര വരച്ചാൽ മാത്രം മതി. അതിൽ നിന്ന് നമുക്ക് ഏതിലൊക്കെയാണ് ഇലക്ട്രോൺ ഫില്ലാവുന്നതെന്ന് അറിയാൻ പറ്റും. ഈ ആഫ്ബാർ പ്രിൻസിപ്പിൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഏത് എലമെൻറ്റിൻ്റെയും അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ഇപ്പോൾ 100ാമത്തെ എലമെൻ്റ് ആണെങ്കിൽ പോലും നമുക്കതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പറ്റും. 1s2, 2s2, 2p6 അങ്ങനെ പോകുന്ന സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ സാധിക്കും. ആഫ്ബാർ പ്രിൻസിപ്പിൾ അറിയണം. അപ്പോൾ ഇലക്ട്രോണ് ഫില്ലാകുന്നത് 3 പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അതിലൊരു പ്രിൻസിപ്പിളാണ് ആഫ്ബാർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് നിറയുന്നത് എനർജി കൂടി വരുന്ന ക്രമത്തിലാണ്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഹൺസ് റൂൾ. ഇപ്പോൾ ഇലക്ട്രോൺ ഫില്ലാവാൻ ആദ്യം പറഞ്ഞ ആഫ്ബാർ റൂൾ അനുസരിക്കണം. അതുപോലെ തന്നെ അനുസരിക്കേണ്ട മറ്റൊരു റൂളാണ് ഹൺസ് റൂൾ. ഹൺസ് റൂൾ പറയുന്നത് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ ഈച്ച് ഓർബിറ്റൽ ഈസ് സിംഗ്ലി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ്. അതായത് ഒരു ഓർബിറ്റലിനകത്ത് പെയറിംഗ് നടക്കണമെങ്കിൽ, അതായത് ഒരു ഓർബിറ്റലിനകത്ത് മാക്സിമം 2 ഇലക്ട്രോണാണ് കൊള്ളുന്നത്.
ഓരോ ഓർബിറ്റലിനകത്തും സിംഗിളായിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ പെയറിങ് നടക്കുകയുള്ളൂ, അതായത് ജോഡി ആവുകയുള്ളൂ, അത് രണ്ടാമത്തെ ഇലക്ട്രോൺ ഫില്ല് ആവുകയുള്ളൂ. ഇതാണ് ഹൺസ് റൂൾ പറയുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നൈട്രജനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ. അപ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അറ്റോമിക് നമ്പർ 7 ആകുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത് 1s2 2s2 2p3 എന്നാണ്. 1s2 2s2 2p3. അപ്പം നമ്മൾ ആദ്യം 1sന് ഒരു കോളം വരയ്ക്കുന്നു. അപ്പോൾ 1s2 2s2 2p3 എന്ന് നമ്മൾ എഴുതുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇതിൽ വരച്ചിരിക്കുന്നത്. ഇതിനെ ഓർബിറ്റൽ ഡയഗ്രം എന്ന് പറയും. ഓർബിറ്റൽ ഡയഗ്രം. ഓരോ ഓർബിറ്റലും ഓരോ ഒരു സ്ക്വയർ കൊണ്ട് സൂചിപ്പിക്കുന്നു, ഒരു കോളം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ 1sന് ഒരു കോളം, 2sന് ഒരു കോളം, 2p വരുമ്പോൾ 3 കോളം വരുന്നു. കാരണം പിക്ക് 3 ഓറിയൻറ്റേഷൻ ഉണ്ടെന്ന് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതാണ്. px, py, pz, അങ്ങനെ 3 കോളം വരയ്ക്കും. ഇനി ഡി ഓർബിറ്റലാണ് വരുന്നതെങ്കിൽ ഡിക്ക് 5 ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഡി ഓർബിറ്റൽ വരുമ്പോൾ 5 കോളം വരയ്ക്കണം. അപ്പോൾ നോക്കിയോ, 1sൽ 2 ഇലക്ട്രോൺ ഫില്ലാവുന്നു. അപ്പോൾ നമ്മൾ ആദ്യം 1s വരച്ചു, അതിനകത്ത് 1 ഇലക്ട്രോൺ നിറച്ചു, രണ്ടാമത്തെ ഇലക്ട്രോൺ നിറഞ്ഞു. അത് കഴിഞ്ഞ് 2sലും 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ആദ്യം ഒരെണ്ണം നിറഞ്ഞു, അടുത്ത് രണ്ടാമത്തത്. ഒരു ആരോ മുകളിലോട്ടും ഒരു ആരോ താഴോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ക്ലോക്ക് വൈസും മറ്റൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, 2p വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിയിൽ 3 ഓറിയൻറ്റേഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പം പിക്ക് 3 കോളം എപ്പോഴും വരയ്ക്കണം. ഇതിൽ ഗ്യാപ്പ് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഗ്യാപ്പ് ഇടണ്ട, 3 കോളം ചേർത്ത് അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ 3 കോളം അങ്ങ് ഒരുമിച്ച് അങ്ങ് ചേർത്ത് വരയ്ക്കുക. പിയിൽ 3 ഇലക്ട്രോൺ കൊള്ളും. 1s2 2s2 2p3 എന്നാണ്. അപ്പോൾ പിയിൽ 3 ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഹൺസ് റൂൾ പറയുന്നത് ഓരോ കോളത്തിലും ഓരോന്ന് നിറഞ്ഞതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കാവൂ എന്നാണ്. ഇപ്പോൾ കറക്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് px ആദ്യത്തെ കോളത്തിലൊന്ന്, py എന്ന രണ്ടാമത്തെ കോളത്തിലൊന്ന്, മൂന്നാമത്തെ കോളത്തിലൊന്ന്, അങ്ങനെയാണ് 2p3 വരയ്ക്കേണ്ടത്. ഓരോ കോളത്തിലും ഓരോന്ന് വെച്ച്. അപ്പോൾ സിംഗിളായി നിറഞ്ഞതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കാവൂ. അതാണ് ഹൺസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകറക്റ്റ് കോൺഫിഗറേഷനാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. 3 ഇലക്ട്രോൺ പിയിലുണ്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ കോളത്തിലെ 2ഉം അടുത്ത കോളത്തിൽ 1ഉം ആയിട്ട് വരയ്ക്കാം. പക്ഷെ അങ്ങനെ വരയ്ക്കാൻ പാടില്ല. അതാണ് ഹൺസ് റൂൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചാൽ അത് ഇൻകറക്റ്റ് കോൺഫിഗറേഷനാണ്. ജോഡി ആകുന്നതിന് മുമ്പ് എല്ലാത്തിലും സിംഗിളായി നിറഞ്ഞതിന് ശേഷം മാത്രമേ ജോഡി ആകാവൂ. അതാണ് ഹൺസ് റൂൾ. അപ്പോൾ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ ഈച്ച് ഓർബിറ്റൽ ഈസ് സിംഗ്ലി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺ. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സാമ്പിളിലൂടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് എസ് ഓർബിറ്റൽ വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഹൺസ് റൂളിൻ്റെ ആവശ്യമില്ല. പി ഡി എഫ് ഒക്കെ വരയ്ക്കുമ്പോഴത്തേക്കും ഹൺസ് റൂൾ അനുസരിച്ച് വേണം ചെയ്യാൻ. കാരണം പിയിൽ 3 ഓറിയൻറ്റേഷൻ, 3 കോളം വരും. ഡിയിലാവുമ്പോൾ 5 കോളം വരും. അപ്പോൾ ഓരോ കോളത്തിലും ഇലക്ട്രോൺ ഫില്ലായതിന് ശേഷം മാത്രമേ പെയർ ചെയ്ത് വരയ്ക്കാൻ പാടുള്ളൂ. അതാണ് ഹൺസ് റൂൾ പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2. 1s2 2s2 2p2, 6 ഇലക്ട്രോൺ. 1sൽ 2 എണ്ണം വരച്ചു, 2sലും 2 എണ്ണം വരച്ചു. അപ്പോൾ 4 എണ്ണമായി. ഇനി 2 ഇലക്ട്രോൺ ഉണ്ട്. അത് രണ്ടും ഓരോ കോളത്തിൽ ഓരോന്നായിട്ട് വരയ്ക്കുക. അത് ഒന്നുകിൽ മുകളിലോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ രണ്ടും താഴോട്ട് വരയ്ക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, രണ്ടും കറക്റ്റാണ്. പക്ഷേ ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴോട്ട് ആയിട്ട് വരയ്ക്കരുത്, അത് റോങ് ആണ്. അതിൽ 2 ഫിഗർ ടിക്ക് ഇട്ടിട്ടുണ്ട്, ഗ്രീൻ കളർ കൊണ്ട്, അത് രണ്ടും ശരിയാണ്. ഇൻഡു ഇട്ടിരിക്കുന്നത് റെഡ് കളർ കൊണ്ട് ഇൻഡു ഇട്ടിരിക്കുന്നത് തെറ്റാണ്. തെറ്റായിട്ടുള്ളത് നോക്കാം. 2p വരച്ചപ്പോൾ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും വരച്ചു, അത് തെറ്റാണ്. ഒന്നുകിൽ 2 മുകളിലോട്ട് ആരോ കൊടുക്കുക, അല്ലെങ്കിൽ 2 താഴോട്ട് ആരോ കൊടുക്കുക. ഇനി 4ാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരു കോളത്തിനകത്ത് തന്നെ 2 ഇലക്ട്രോണും വരച്ചിട്ടുണ്ട്, അതും തെറ്റാണ്. ഹൺസ് റൂൾ പറയുന്നത് ഓരോന്ന് നിറഞ്ഞതിന് ശേഷം, ഓരോ കോളത്തിലും ഓരോ ഇലക്ട്രോൺ വെച്ച് നിറഞ്ഞതിന് ശേഷം മാത്രമേ പെയറിങ് നടക്കാവൂ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഫിഗർ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. ഇതാണ് ഹൺസ് റൂൾ. ഇനി 3ാമത്തെ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ.
no two electrons in an atom can have same value for all the four quantum numbers. നമ്മൾ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ വാല്യൂസ് എഴുതാൻ ഇന്ന് ആദ്യം പഠിച്ചത് അതാണ്. അപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ ഏതെങ്കിലും രണ്ട് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 4 ക്വാണ്ടം നമ്പർ വാല്യൂസും ഒരുപോലെ വരില്ല എന്നാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും വ്യത്യാസം വരുമെന്നുള്ളതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതായത് ഏതെങ്കിലും 2 ഇലക്ട്രോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ആറ്റത്തിനുള്ളിലെ 2 ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം നമ്പർ വാല്യൂവും സെയിം ആയിട്ട് വരില്ല. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വ്യത്യാസം വരുമെന്നാണ്. അതായത് n വാല്യൂ, l വാല്യൂ, m വാല്യൂ, s വാല്യൂ, അങ്ങനെ 4 ക്വാണ്ടം നമ്പർ വാല്യൂ പഠിച്ചു. നമ്മൾ ഏതെങ്കിലും 2 ഇലക്ട്രോൺ എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ 4 വാല്യൂസും ഒരുപോലെ വരില്ല എന്നതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ 2sഉം 2pയും ഓരോ നമ്മുടെ വാല്യൂസ് കണ്ടുപിടിച്ചത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. 2sഉം 2pയും അങ്ങനെ 2 സബ്ഷെൽ എടുക്കുകയാണ്. 2sഉം 2p അതിൻ്റെ n വാല്യൂ സെയിം ആണ്, n = 2. പക്ഷേ l വാല്യൂ എന്ന് പറയുന്നത് 2sനാണെങ്കിൽ l വാല്യൂ 0യും 2pക്കാണെങ്കിൽ l-ൻ്റെ വാല്യൂ 1 എന്നും വരും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും വ്യത്യാസം വരും എന്നതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. വേറൊന്നുമില്ല, 4 ക്വാണ്ടം നമ്പർ വാല്യൂവും ഒരുപോലെ വരുന്ന 2 ഇലക്ട്രോൺ ഒരാറ്റത്തിൽ കാണില്ല. ഇത്രയേ ഉള്ളൂ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. 4 ക്വാണ്ടം നമ്പറിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എങ്കിലും വ്യത്യസ്തമായിട്ട് വരും. ഇതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റൊക്കെ വായിച്ചിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതേത് ടോപ്പിക്കാണെന്ന് പറയുക. ഇപ്പോൾ ഡൗട്ടൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം.